അങ്ങനെ ഒരു 6-7 ദിവസം വെയിറ്റ് ചെയ്തിട്ട് നമ്മളെ പറഞ്ഞ റിട്ടേൺ അടിച്ച സാധനമില്ലേ, പകരം ഒരു ഐറ്റം എത്തിയിട്ടുണ്ട്. വില ഏകദേശം 1300, 1299, 1300. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് പോയാലോ? പോവാം. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ ഇരുന്ന് അൺബോക്സിങ് വലിയ രസമല്ല, നമുക്ക് പ്രകൃതിയിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അൺബോക്സ് ചെയ്യാം. കമോൺ കമോൺ. അപ്പോൾ ഓപ്പൺ ചെയ്യാം. ഇത് ഇതുവരെ ഓപ്പൺ ചെയ്തില്ല കേട്ടോ, ഈ വീഡിയോ എടുക്കാൻ വേണ്ടി നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ഓപ്പൺ ചെയ്യാമെന്നുള്ളൊരു പ്ലാനിലാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. എനിക്ക് തോന്നുന്നു ഇത് എന്തായാലും പണി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ പരിപാടി അങ്ങ് നിർത്തും കേട്ടോ. കൗണ്ടറൊന്നും വരരുതേ. പരിപാടി നിർത്തും പറഞ്ഞത് ഞാൻ ഈ മൈക്ക് മേടിക്കുന്ന പരിപാടി നിർത്തുന്ന. സംഭവം സിമ്പിളാണ് കേട്ടോ. അത് നല്ല പാക്കിംഗ് ഒക്കെ ഭയങ്കര രസമുണ്ട്. വൃത്തിയായിട്ട് നമ്മുടെ ഐറ്റം. ബില്ല് കിട്ടിയിട്ടുണ്ട്. ഇതിനകത്തിപ്പം MRP എമൗണ്ട് 2999 രൂപ. 2999 രൂപയാണ് നമുക്ക് ഇതിനകത്ത് MRP റേറ്റ് കൊടുത്തിരിക്കുന്നത്. എനിക്കായത് 1300 രൂപ, 1299 രൂപ. നമുക്കൊന്ന് പൊട്ടിച്ചാലോ? ബാ. നല്ല മാറ്റ് ഫിനിഷിലാണ് ബോക്സ് വന്നിരിക്കുന്നത്. ബോക്സ് കാണാനും നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യം വാങ്ങിച്ച അതിൻ്റെ ബ്രാൻഡ് ഞാൻ ഓർത്തിട്ട് പറഞ്ഞുതരാം. അന്ന് വാങ്ങിച്ച ആ ഒരു ബ്രാൻഡിനെക്കാട്ടിൻ നല്ല വർത്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏകദേശം 1 ഇയർ വാറൻറ്റി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ യൂസർ മാനുവൽ ഫ്രണ്ടിൽ തന്നെ വച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ യൂസർ മാനുവൽ എടുത്ത് മാറ്റുമ്പോൾ നമ്മുടെ ഐറ്റം. ലവ് റൈഡർ ബ്രാൻഡ് ഏതാണെന്ന് എൻ്റെ അടുത്ത് ചോദിക്കരുത്. അത്യാവശ്യം റേറ്റിംഗ് ഒക്കെ ഉണ്ട് സൈറ്റിൽ. നമുക്കെന്തായാലും ഓപ്പൺ ചെയ്തിട്ട് അന്നത്തെ പോലെ എന്തുണ്ട് ഇതിനകത്ത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മുടെ ബോക്സിൽ വരുന്നത് ആദ്യം തന്നെ നമുക്ക് ചാർജിങ് കേബിളാണ്. അന്ന് നമ്മൾ കണ്ട അതുപോലെ തന്നെയാണ്. അന്ന് നമുക്ക് ചാർജിങ് കേബിൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ OTG കണക്ടർ വന്നിട്ടുണ്ടായിരുന്നു. കേബിള് മറ്റേ ബ്രാൻഡിനെക്കാട്ടിയും കൊള്ളാം കേട്ടോ. മറ്റേ ബ്രാൻഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കുക. യൂട്യൂബിൽ ഞാൻ 2 ദിവസം മുമ്പ് ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കയറി നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും അതിൽ ഉണ്ട്. അപ്പം കേബിളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഐറ്റം നോക്കിയേ, ഒരു മാറ്റ് ഫിനിഷിൽ പ്ലാസ്റ്റിക് തന്നെയാണ് കേട്ടോ. പ്ലാസ്റ്റിക് തന്നെയാണ്, മാറ്റ് ഫിനിഷ്ഡ്. പിന്നെ ഇതിനകത്ത് ചെറിയൊരു ഗ്ലോസി ലൈൻ കൊടുത്തിട്ടുണ്ട്, അത് ഭംഗിക്ക് വേണ്ടി. പിന്നെ നമ്മുടെ ബ്രാൻഡ് നെയിം. ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ആഹാ 3 ഐറ്റം നന്നായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ 2 വയർലെസ് മൈക്കുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റിസീവറുണ്ട്. എല്ലാത്തിലും നമ്മൾ ബ്രാൻഡ് നെയിം എഴുതിയിട്ടുണ്ട് കേട്ടോ. നോക്കി ഇതിൽ കണ്ടോ, അത്യാവശ്യം മാറ്റ് ഫിനിഷ് ചെയ്താണ്ട് ഇതിൽ ലെതർ ഫിനിഷായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലാണ്. പക്ഷേ PVC തന്നെയാണ്. മൈക്ക് വരുന്നതാണ്ട് ഈ ഒരു പോർഷനിലാണ്. നോട്ടിഫിക്കേഷൻ ലൈറ്റ് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ C ആണ് കണക്ടർ. ഈ രീതിയിലാണ് വരുന്നത് കേട്ടോ. നമ്മൾ ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ? മനസ്സിലായോ? സ്റ്റിക്കർ അടക്കാം. എനിക്കൊന്ന് കേസിൽ തന്നെ ചാർജിങ് സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്കത് നോക്കാം. കേസിൽ എത്രത്തോളം ചാർജ് ഉണ്ടെന്ന് എനിക്കറിയില്ല. അഥവാ കേസിൽ ചാർജിങ് കാണാൻ ചാൻസ് കുറവാണ്, ബാറ്ററി കാണാൻ ചാൻസ് കുറവാണ്. കാരണം നമ്മൾ നോക്കട്ടെ എന്തായാലും നോക്കാം.
ബാറ്ററി ഉണ്ട് ഗായ്സ്. നോക്കട്ടെ, ഒന്ന് വെയിറ്റ് ചെയ്യണം. രണ്ടും നമുക്ക് എന്തായാലും രണ്ടും വെച്ച് നോക്കാം. ഇളക്കി. യെസ്, ബാറ്ററി ലെവൽ ഇതിനകത്ത് അറിയാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ബാറ്ററി ലെവൽ ഇതാണ്ട് എടുത്തിട്ട് വെക്കുമ്പോൾ ബാറ്ററി ലെവൽ അറിയാൻ സാധിക്കുന്നുണ്ട്. സംഭവം കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനിയിപ്പോൾ ഇത് കാണാനുള്ള ഭംഗി മാത്രമാണോ ക്വാളിറ്റി ഉണ്ടോ എന്നുള്ളത് നമുക്കിപ്പോൾ ചെക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പം നമ്മുടെ സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഫീലായിരിക്കും. കാര്യം ഇത്ര നേരം മൊബൈലിൻ്റെ മൈക്ക് വഴിയാണ് കേട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവാതിരിക്കത്തില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഗ്രീൻ നോട്ടിഫിക്കേഷൻ ലൈറ്റാണ്. ഇത് കണക്ട് ചെയ്തിരിക്കുമ്പോൾ ഇതിൽ ഗ്രീൻ കളറിലാണ് വരുന്നത് ലൈറ്റ്. കണക്റ്റ് ആവാത്ത സമയത്ത് റെഡ്. അന്നത്തെ പോലെ തന്നെ ബ്ലിങ്കുന്നുണ്ട്. പക്ഷേ ഇതിൽ ഞാൻ പറയട്ടെ, സത്യം പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ആ ബ്രാൻഡ് നെയിം മാത്രമല്ല, എന്താണ്ട് ആ ലൈറ്റ് പോലും അതിൻ്റെ ഒരു ഭംഗി, അതിനൊരു പ്രീമിയം ക്വാളിറ്റി. ചാത്തനാണെന്ന് പറയത്തുമില്ല, അങ്ങനൊരു മൈക്കാണ്. പിന്നെ ഇതിൽ അന്നത്തെ പോലെ തന്നെ ചെറിയൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. നോയിസ് ക്യാൻസലേഷൻ ആണോ എന്ന് ഞാൻ നോക്കട്ടെ. ഇങ്ങനെ ഞെക്കുമ്പോൾ ഇതിലൊരു നീല ലൈറ്റാണ് കത്തുന്നത്. സംഭവം ഇപ്പോൾ എനിക്ക് തോന്നുന്നു നോയിസ് ക്യാൻസലേഷൻ ആണ്. ഇപ്പം എനിക്ക് തോന്നുന്നു സൗണ്ട് കട്ടായി കാണണം. ഇപ്പോൾ ഓഫ് ചെയ്തു. ഇപ്പോൾ നോയിസ് ക്യാൻസലേഷൻ ഓഫ് ആക്കിയിട്ടുണ്ട്. എനിക്കൊന്ന് പുറത്തെ സൗണ്ടൊക്കെ കേൾക്കാതിരിക്കാം. ഇപ്പോൾ നീല കത്തി ഓഫാണ്. എനിക്ക് തോന്നുന്നു ഇപ്പം നോയിസ് ക്യാൻസലേഷൻ ഓൺ ആയിട്ടുണ്ട്. ഇനി വോയിസ് നോക്കിയല്ലേ, എനിക്കിപ്പോൾ ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഇതൊന്ന് പ്ലേ ചെയ്താലേ എനിക്കറിയാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, എത്ര ദൂരം വരെ ഇത് കിട്ടും എന്നുള്ളത് നോക്കാം. എനിക്ക് തോന്നുന്നു 30 മീറ്ററോളം ഡിസ്റ്റൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. എന്ത് പറഞ്ഞിട്ട് പോയാലും കൃത്യം കേൾക്കണം, കേൾക്കാതിരിക്കത്തില്ല. ഈ വളരെ ദൂരെയൊക്കെ ഉള്ള ഉത്സവ പറമ്പിലൊക്കെ പോയാലും വല്ല മരത്തിന്റെ മുകളിലോ അല്ലെങ്കിൽ മലയുടെ മുകളിലൊക്കെ പോയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇത് വെച്ച് സംസാരിക്കാം. താഴെ നിന്നിട്ട് ഇതുപോലെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇവിടെയൊക്കെ നല്ല രീതിയിൽ കേൾക്കാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. കേൾക്കണം, കേൾക്കാതിരിക്കത്തില്ല. കൂട്ടത്തിൽ നമ്മുടെ ഈ ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാണുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ വളരെ ഇപ്പം 30 കേട്ടോ, അത്യാവശ്യം ദൂരം വരെ പോയിട്ടുണ്ട്. ശ്രദ്ധിക്കുന്നുണ്ട്. വീണ്ടും താഴോട്ട് പോവാം. നോട്ടിഫിക്കേഷൻ ആകുമ്പം പോകേണ്ടതാണ്. ഇത്രയും ദൂരമൊക്കെ കിട്ടിയാൽ മതി. കാര്യം 1300 രൂപയ്ക്ക് ഇതിൽ കൂടുതൽ ദൂരമൊന്നും കിട്ടേണ്ട ആവശ്യമില്ല. ഓക്കെ, എന്തായാലും ഞാൻ അങ്ങോട്ട് പോയിട്ട് ബാക്കി പറയാം. നോയിസ് ക്യാൻസലേഷൻ ഇപ്പോൾ ഓഫാക്കി. ഇപ്പോൾ കുയിലിൻ്റെ വിളിയൊക്കെ കേൾക്കുന്നുണ്ടോ എന്ന് നോക്കി. കുയിൽ വിളിക്കുന്നുണ്ട് ഇവിടെ. അപ്പം കൊള്ളാം കേട്ടോ. ഇത് ഭയങ്കര വർത്താണ്. കാര്യം ഇപ്പം നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നെങ്കിൽ ഈ ഐറ്റം തന്നെ മേടിക്കും. കാണുന്നുണ്ടോ? ആമസോണിലുണ്ട്. ലിങ്ക് ഞാൻ ഇതിനകത്ത് ഇട്ടേക്കാം. ഉറപ്പായിട്ടും മേടിച്ചോ. ഇപ്പോൾ നോയിസ് ഇപ്പോൾ ഓഫ് ആക്കിയിട്ടുണ്ട്, അല്ല ഇപ്പോൾ ഓൺ ആക്കിയിട്ടുണ്ട്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പം വേറൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് നാളെ വരും. ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ ഈ മൈക്ക് കാണാം കേട്ടോ. ഓക്കെ, ബൈ.